Hi friends, welcome to Anandi's kitchen. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തരി ഉണ്ടയാണ് അല്ലെങ്കിൽ റവ ലഡു. ഇത് തരി 1.5 കപ്പ്, 1 കപ്പ് തരി പഞ്ചസാര പൊടിച്ച് അതിൻ്റെ കൂടെ 2 ഏലക്കായും കൂടി പൊടിച്ചതാണ്. ഇത് തേങ്ങ. പിന്നെ ഇത് എല്ലാം കൂടി ഇതൊന്ന് വറക്കണം. അതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ പറ്റുപോയി. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൊന്ന് അടിച്ച് പൊട്ടിച്ച് ഒന്ന് തരി വറുത്തെടുക്കണം. അതുകൊണ്ട് ഒരു സ്പൂൺ നെയ്യ് ആക്കി, 1 സ്പൂൺ നെയ്യ് എടുത്ത് ഇതിന് തരി വറുക്കണം. 1 സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട് ഇതിൽ. തരി ഈ തരീൻ്റെ പച്ചപ്പ് മാറുന്നവരെ വറുക്കണ്ട. ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഒന്ന് അധികം നേരമൊന്നും വറുക്കണ്ട. ഒന്ന് ഇതിൻ്റെ പച്ചമണം, തരിയുടെ പച്ചമണം പോയി ഏകദേശം ഇപ്പം നല്ല ചൂടുകൊണ്ട് നല്ല കയ്യൊന്നുമില്ല, നല്ല നിറമൊന്നും മാറില്ല, ഒരു മണം പോകാൻ മാത്രം. സ്റ്റൗ ഓണിൽ തന്നെയാണുള്ളത്. ഇതിലാണ് നമ്മൾ പൊടിച്ച പഞ്ചസാര ഇട്ടുണ്ട്. സ്റ്റൗ ഒന്ന് സിമ്മാക്കിയിട്ട് ഇതിട്ട് പൊടിച്ച പഞ്ചസാര ഇട്ട് ഒന്ന് നല്ലോണം ഇളക്കണം. അപ്പോൾ ഈ ചൂടിൽ പഞ്ചസാര ഒന്ന് ഉരുകും. ഈ റവേൻ്റെ ചൂടിൽ പഞ്ചസാര ഒന്ന് ഉരുകും. ഇത് ഞാൻ സിമ്മാക്കിയിട്ട് തന്നെയാണുള്ളത്, ഓഫിലല്ലാണ്ട് സിമ്മിൽ തന്നെയാണ്. ഇതിൻ്റെ കൂടെ തന്നെ തേങ്ങയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി, വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് കുറച്ചും കൂടി ചേർക്കാം. ശരിക്കും ഒരു ചൂടിൽ തന്നെ ഇത് നല്ലോണം ഇതാവും, മെൽറ്റാവും, പഞ്ചസാര ഒന്ന് മെൽറ്റാവും. ഈ ചൂട്ടിൽ തന്നെ ഇത് ഓഫ് ചെയ്ത് ഈ ചൂട്ടിൽ തന്നെ നമ്മൾ ഉരുട്ടണം. ഈ പഞ്ചസാരയുടെ കട്ടയൊന്നും ഉണ്ടാകാൻ പാടില്ല. നന്നായിട്ട് ഇളക്കിയിട്ട് പഞ്ചസാര കുറച്ച് സമയം വെച്ചുകൊണ്ടാണ്. ഇതിപ്പോൾ ഗ്യാസ് ഓഫാക്കുക. വറുത്തെടുത്ത് പഞ്ചസാര ഇട്ട് നല്ല ചൂടോട് കൂടി തന്നെ ഉരുട്ടണം. അപ്പം ശരിക്കും ഉരുള ആകുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പാല് ഇങ്ങനെ ചൂട്, നല്ല ചൂടുണ്ടാവും, കൈക്ക് ചൂട് തണിയാൻ വേണ്ടി കുറച്ച് പാല് ഇട്ടിട്ട് ചൂട്ടിൽ തന്നെ ആക്കണം, അല്ലെങ്കിൽ ഇത് ഉരുണ്ട് വരില്ല. നല്ലോണം ഇങ്ങനെ അമർത്തി വറ്റി, കൈക്ക് നല്ല ചൂടുണ്ട്. ചൂടിൽ തന്നെ ആക്കിയാലേ അത് ശരിയാവും.
ഓരോരോ ഉരുട്ടിയായി ഉരുട്ടി വെക്കാം. നല്ല ചൂടുണ്ട്. ഇതേപോലെ ഉരുളകളാക്കിയിട്ട് ഉരുട്ടി വെക്കുക. അപ്പോൾ ഇതൊരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിക്കെങ്കിലും ഓരോരോ കാഷ്യൂനട്ടോ അല്ലെങ്കിൽ മുന്തിരി എന്തെങ്കിലും വെച്ച് ഒരു ഡെക്കറേഷൻ എല്ലാം ഉരുട്ടിക്കഴിഞ്ഞ് പിന്നെ പിന്നെ ഓരോരോ മുന്തിരി ഉണക്കമുന്തിരി വെച്ച് ഒരു ഡെക്കറേഷന്മാർ വെച്ചിട്ടുണ്ട്. ഇത് ഈസിയാണ്, ടേസ്റ്റുമാണ്. വേഗത്തിൽ തന്നെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. ആ ചൂടിന് ഉരുട്ടുമുള്ള ആ ചൂട് മാത്രമാണ് കുറച്ച് വിഷമമുള്ളത്, കൈ കുറച്ച് പൊള്ളും. അപ്പോൾ കുറച്ച് പാല് കുടഞ്ഞിട്ട് ഉരുട്ടി വെക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മൾ റവ ലഡു ആയിക്കഴിഞ്ഞ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ടൈം ഞാൻ വരുന്നവരെ ടേക്ക് കെയർ. ബൈ.